മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികളുടെ എല്ലാവരുടെയും മോഡൽ എക്സാമൊക്കെ അടുക്കാറായല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജ് അറിയാൻ വേണ്ടി എൻ്റെ മക്കളെല്ലാവരും വെയിറ്റിംഗ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ എല്ലാ സബ്ജക്ട്സിലെയും ഓരോ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ആണ് മിസ് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ 2 വർഷങ്ങളിൽ പബ്ലിക് എക്സാമിന് നിങ്ങളുടെ ഓരോ സബ്ജക്ട്സിലെയും ഓരോ ചാപ്റ്റേഴ്സിലും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ബേസിസിലാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വെയിറ്റേജ് വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണാം. എന്നിട്ട് ഓരോ സബ്ജക്റ്റിലും ഓരോ ചാപ്റ്റേഴ്സിലും എത്രത്തോളം വെയിറ്റേജ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതിനനുസരിച്ച് ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞ മക്കളാണെങ്കിൽ അതിനനുസരിച്ച് റിവൈസ് ചെയ്യുക. റിവിഷൻ ചെയ്യുന്ന സമയത്ത് വെയിറ്റേജ് കൂടിയിട്ടുള്ള ചാപ്റ്ററിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ചെയ്യാം. ഇനി അതല്ല, ഇപ്പോൾ പഠിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, പബ്ലിക് എക്സാം ഒക്കെ ടാർഗറ്റ് ആക്കി വെച്ചിട്ടുണ്ട്, ആ ഒരു പബ്ലിക് എക്സാം ആകുമ്പോഴേക്ക് ചാപ്റ്റർ കംപ്ലീറ്റ് പഠിച്ചെടുക്കണം എന്ന് കരുതുന്ന മക്കളാണെങ്കിലും നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ചാപ്റ്റേഴ്സ് വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നോക്കുക കേട്ടോ. സോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫിസിക്സ് ആണ്. അപ്പോൾ ഫിസിക്സിൽ നിങ്ങൾക്ക് ടോട്ടൽ എത്രയാണ്? 14 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ 14 ചാപ്റ്റേഴ്സിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വന്നിട്ടുള്ള ചാപ്റ്റർ ഏതെന്ന് നോക്കിക്കഴിഞ്ഞാൽ 2023 നമ്മളുടെ ഏത് ചാപ്റ്ററാണ്? മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ 10 മാർക്കിന് വന്നിട്ടുണ്ട്. ആൻഡ് 2024 മോഷൻ ഒന്നുമില്ല, 8 മാർക്കിന് തന്നെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ വെയിറ്റേജ് കൂടിയിട്ടുള്ള ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്, അതിന് 11 മാർക്കിനാണ് നമ്മളുടെ 2023 ചോദിച്ചത്. ആൻഡ് 5 മാർക്കിനാണ് 2024 വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വെയിറ്റേജ് ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫ്ലക്ച്വേഷൻ ഉണ്ടാകും. പക്ഷേ 10 മാർക്കിന് വെച്ചിട്ട് 2 മാർക്ക് ചോദിക്കുന്ന ആ ഒരു ലെവലിലേക്ക് ഒന്നും തന്നെ എത്തിയിട്ടില്ല. ഓക്കെ, പിന്നെ നമുക്ക് വെയിറ്റേജ് ഇതാ 7, 8 ഏതാണ്? നമ്മുടെ ലോസ് ഓഫ് മോഷനിൽ നിന്ന് 7 മാർക്കിന് കഴിഞ്ഞ 2023 24 8 മാർക്കിനും വന്നിട്ടുണ്ട്. ദെൻ 6 ഒരു വെയിറ്റേജിൽ ഒരു വ്യത്യാസവും ഇല്ലാതെ തുടരുന്ന ചാപ്റ്ററാണ് വർക്ക് എനർജി പവർ. ഓക്കെ, ദെൻ നമ്മളുടെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷൻ ഓഫ് മോഷൻ 7, 5. പിന്നെ ഇതാണ് നമുക്ക് നല്ലൊരു വേരിയേഷൻ കാണിച്ചിട്ടുള്ളൊരു ചാപ്റ്റർ ഗ്രാവിറ്റേഷൻ. 2 മാർക്കിന് മാത്രമേ 23 ചോദിച്ചിട്ടുള്ളൂ, പക്ഷേ 7 മാർക്കിനാണ് 2024 ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ നമ്മുടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഒരു ചേഞ്ചും ഇല്ലാതെ നമുക്ക് 8 മാർക്ക് എന്ന് പറഞ്ഞാൽ 8 മാർക്കിന് തന്നെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ തേർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ചെറിയ വെയിറ്റേജിലും 3, 4. പിന്നെ അടുത്തത് 3, 5 നമ്മുടെ തേർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററും തെർമോഡൈനാമിക്സും കൈനറ്റിക് തിയറി അതേപോലെ തന്നെ ഓസിലേഷൻ വേസിൽ നിന്നൊക്കെ ആ ഒരു റേഞ്ചിൽ തന്നെയാണ്, 3, 4 റേഞ്ചിൽ തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല വെയിറ്റേജിൻ്റെ സെക്ഷൻ ഈ ഒരു അപ്പർ പാർട്ടിലാണുള്ളത്. പിന്നെ യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റിന് 5, 4 മാർക്സിന് തന്നെ വന്നിട്ടുള്ളൂ. പക്ഷേ മോഷനിലെ സ്ട്രെയിറ്റ് ലൈൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 3 മാർക്കിനെ 2023 ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ 24 അത് എത്രയാണ്? 7 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. നമ്മളുടെ ഗ്രാവിറ്റേഷൻ പോലെ തന്നെ നല്ലൊരു വേരിയേഷൻ കാണിച്ചിട്ടുള്ള 2 ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് ഈ വെയിറ്റേജിനനുസരിച്ച് നോക്കി വെക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം, ഇതിൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കുക. ദെൻ കെമിസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം കുറവാണ് അല്ലേ, 9 ചാപ്റ്റേഴ്സേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ചാപ്റ്റേഴ്സിനും എക്സെപ്റ്റ് ഈ ഒരു ചാപ്റ്റർ ഒഴികെ ബാക്കിയെല്ലാം, റിഡോക്സ് റിയാക്ഷൻ ഒഴികെ ബാക്കി എല്ലാം തന്നെ 6ന് മുകളിലേക്കാണ് വെയിറ്റേജ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സം ബേസിക് കോൺസെപ്റ്റ്സിന് 6 മാർക്കിന് പറഞ്ഞാൽ 6 മാർക്കിന് തന്നെ 2 വർഷവും ചോദിച്ചിട്ടുണ്ട്. അതേപോലെ സ്ട്രക്ചർ ഓഫ് ആറ്റം 11 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, 11 മാർക്ക്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ ഒരു കാരണവശാലും എൻ്റെ മക്കളെ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ദെൻ നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റിയിൽ 7 മാർക്ക് ഉണ്ടോ. ഇവിടെ ഒന്നും വെയിറ്റേജിൽ നമുക്ക് ഒരു വ്യത്യാസവും പറയാനില്ല. അത് നോക്കിക്കേ, കെമിക്കൽ ബോണ്ടിങ്ങിൻ്റെ ചാപ്റ്ററിൽ 10 മാർക്ക് അങ്ങനെ തന്നെ, 9 മാർക്ക് അങ്ങനെ തന്നെ. ഇതിലൊന്നും ഒരു വ്യത്യാസവും ഇല്ലാതെയാണ് ഈ ഫസ്റ്റ് സെറ്റ് ഓഫ് ചാപ്റ്റേഴ്സ് ഉള്ളത്. നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് വരെയുള്ള പോർഷൻസ് നോക്കിയാൽ ഒരു വ്യത്യാസവും വെയിറ്റേജിൽ വന്നിട്ടില്ല. നമ്മുടെ ഈ ഒരു ഓർഗാനിക് കെമിസ്ട്രിയിൽ 12, 11 മാർക്കാണ് കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമ്മുടെ ഹൈഡ്രോ കാർബൺസ് 9 മാർക്ക് 23-ന്, 5 മാർക്ക് 24-ന്. കെമിസ്ട്രിയിലൊന്നും നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ പോലും പഠിക്കാതിരിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. കാരണം ഒരു ചാപ്റ്റർ നിങ്ങൾ മിസ്സാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ A+ മിസ്സാവുന്ന രീതിയിലാണ് ഈ ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജ് ഉള്ളത്. അപ്പോൾ ഒന്നും മിസ് ചെയ്യാതിരിക്കുക. ദെൻ നമ്മൾ മാത്സിലേക്ക് നോക്കുന്ന സമയത്ത് മാത്സിൽ നിങ്ങൾക്ക് ടോട്ടൽ 14 ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ വെയിറ്റേജ് കുറവുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയാനായിട്ട് ഒന്നും തന്നെ ഇല്ല. കാരണം ഈ ഒരു ചാപ്റ്റർ ഈ ലീനിയർ ഇൻഇക്വാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇത് 3 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ കോംപ്ലക്സ് നമ്പേഴ്സ് വെച്ച് കഴിഞ്ഞാൽ 4 മാർക്കിനാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മളുടെ ബൈനോമിയൽ തിയറം നോക്കിക്കഴിഞ്ഞാൽ 4 മാർക്കും 3 മാർക്കുമാണ് വന്നിട്ടുള്ളത്. ബാക്കിയെല്ലാം തന്നെ ഒരു വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം നല്ല വെയിറ്റേജിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം സെറ്റ്സ് 2 വർഷവും 7 മാർക്കിന് തന്നെ ചോദിച്ചിട്ടുണ്ട്. റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ 23-ൽ 7 ആണെങ്കിൽ 24-ന് 4 മാർക്കിനാണ്. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ 6 മാർക്കിനാണെങ്കിൽ 2024-ൽ 9 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ സീക്വൻസ് ആൻഡ് സീരീസ് 4 മാർക്കിന് വന്നത് 2024-ൽ 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ദെൻ സ്ട്രെയിറ്റ് ലൈൻസ് നോക്കുകയാണെങ്കിൽ 6 മാർക്കിന് വന്നത് 4 മാർക്ക് ഉണ്ടോ.
അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോൾ വേണമെങ്കിലും ഷിഫ്റ്റ് ചെയ്യാം. അപ്പം ആ ഒരു റേഞ്ച് നിങ്ങൾ പ്രതീക്ഷിച്ചോളൂ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ കോണിക് സെക്ഷൻ 7 മാർക്കിന് തന്നെ 2 വർഷങ്ങളിൽ ഒരു മാറ്റം ഇല്ലാണ്ട് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഇൻട്രൊഡക്ഷൻ ടു 3 ഡയമെൻഷണൽ ജിയോമെട്രി നോക്കുകയാണെങ്കിൽ ഇവിടെ 3 മാർക്കിനാണ്, പക്ഷേ അത് 2024 7 മാർക്കിനാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പം ഇത്രയേ ഉള്ളൂ എന്ന് കരുതിയിട്ട് വിട്ട് കളഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഈ വർഷം ഏത് രീതിയിൽ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ദെൻ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ഒരു മാറ്റമില്ല, 9 മാർക്ക്. അപ്പം അത്രയും വെയിറ്റേജ് ഉള്ളതാണ്. ആൻഡ് ഷുവറായിട്ട് നിങ്ങൾക്ക് ഒരു 9 മാർക്ക് തന്നെ എക്സ്പെക്ട് ചെയ്യാം. സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് 6 തന്നെയാണ്. ദെൻ പ്രോബബിലിറ്റിയിൽ നിന്ന് 7 4 വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ആ ഒരു രീതിയിൽ നമ്മുടെ മാത്സിൻ്റെ വെയിറ്റേജ് വലുതായിട്ട് അങ്ങനെ ഒഴിവാക്കാനോ അല്ലെങ്കിൽ വളരെ ലെസ് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ഒന്നും ഇല്ല, അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നമ്മുടെ ബോട്ടണിയിലേക്ക് വരുമ്പോൾ ആദ്യം നമ്മുടെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, അവിടെ നമുക്ക് സാധാരണ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പറയുന്ന വെയിറ്റേജ് തന്നെയാണ്. 3 മാർക്കിൻ്റെത് ഈ 24 2 മാർക്കേ ചോദിച്ചിട്ടുള്ളൂ. ദെൻ പ്ലാൻ കിങ്ഡത്തിലേക്ക് വരുമ്പോൾ 2024 5 മാർക്കിന് ചോദിച്ചു. ദെൻ മോർഫോളജി കുറവാണ് വന്നിട്ടുള്ളത്, ഒരു 5-6 മാർക്കിന് വെയിറ്റേജ് വരുന്ന ചാപ്റ്ററാണ്. അനാട്ടമി നോക്കുകയാണെങ്കിൽ 4-3 രീതിയിലാണ്. സെൽ യൂണിറ്റ് 4 മാർക്സിന് വെയിറ്റേജ് പറയുന്ന ചാപ്റ്ററാണ്. ജനറൽ ആവറേജ് വെയിറ്റേജ് ഇതാണ്, പക്ഷേ ഇത്രേ ചോദിച്ചിട്ടുള്ളൂ കഴിഞ്ഞ വർഷം. സെൽ സൈക്കിളിന് ഒരു വെയിറ്റേജും വ്യത്യാസമില്ല. ഫോട്ടോസിന്തസിന് ജനറലി ഒരു 6-7 മാർക്സാണ് പറയാറ്, പക്ഷേ കഴിഞ്ഞ വർഷം 9 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. റെസ്പിറേഷൻ ആൻഡ് പ്ലാന്റ്സ് അതുപോലെ ഒരു 6 റേഞ്ചാണ് വരാറ്, അത് അങ്ങനെ തന്നെയുള്ളത്. പ്ലാൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൽ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇതിൽ നല്ല വെയിറ്റേജ് വ്യത്യാസം വന്നിട്ടുള്ള ചാപ്റ്റേഴ്സ് ഒന്ന് മോർഫോളജിയും അനാട്ടമിയാണ്. മോർഫോളജി അനാട്ടമി ശരിക്കും അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് ആയിരുന്നു, പക്ഷേ കഴിഞ്ഞ വർഷം 2024 അത് കുറവാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഈ വർഷം വേണമെങ്കിൽ മാറാം. ഓക്കെ, പക്ഷേ ഫോട്ടോസിന്തസിസ് അതേപോലെ തന്നെ റെസ്പിറേഷൻ ആൻഡ് പ്ലാന്റ്സിനൊന്നും ഒരു വ്യത്യാസവും വന്നിട്ടില്ല, ആവറേജ് തന്നെ നിൽക്കുന്നുണ്ട്. അത് എത്രയാണ് ഇപ്പോൾ 7-8 ആവറേജ് എങ്കിൽ ആ ഒരു 7-8 തന്നെ നിൽക്കുന്നുണ്ട്. അതുപോലെ സെൽ സൈക്കിളും ഒരു 4 എല്ലാ വർഷവും ചോദിക്കുക, അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ സുവോളജി നോക്കുകയാണെങ്കിൽ ലിവിങ് വേൾഡ് ആസ് യൂഷ്വൽ 1 മാർക്കിനെ വന്നിട്ടുള്ളൂ. ദെൻ നമ്മുടെ ആനിമൽ കിങ്ഡം ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് +1. ദെൻ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ പറയുന്ന പോലെ തന്നെ 2 മാർക്കിന് വെയിറ്റേജേ ഉള്ളൂ. ബയോമോളിക്യൂൾസ് പക്ഷേ അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉണ്ട്, ഒരു 7-6 റേഞ്ചിൽ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് സാധാരണ നമ്മളൊരു 2 മാർക്കൊക്കെയാണ് പറയുക, 2-3 ഒക്കെ ചോദിക്കും, 3 തന്നെ വന്നിട്ടുണ്ട്. ബോഡി ഫ്ലൂയിഡ്സ് അത്യാവശ്യം വെയിറ്റേജ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ളതിൽ ഒരു 7 മാർക്ക് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ 6-5 തന്നെ നിൽക്കുന്നുണ്ട് നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ്. എക്സ്ക്രീഷൻ 1 മാർക്കിനാണ് സാധാരണ വെയിറ്റേജ്, പക്ഷേ കഴിഞ്ഞ വർഷം 7 മാർക്കിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ നമ്മുടെ ലോക്കോമോഷൻ 2-3 ആ റേഞ്ചാണ്. ന്യൂറൽ കൺട്രോൾ 4-3, കാരണം അതിനകത്തൊരു മെജോറിറ്റി പോർഷൻ ഡിലീറ്റ് ആയതുകൊണ്ട്. ദെൻ കെമിക്കൽ കൺട്രോളിൽ 5 മാർക്കിന് അത്യാവശ്യം വരാറുണ്ട്, പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം 2 മാർക്സിനാണ് വന്നിട്ടുള്ളത്. സുവോളജിയുടെയും ബോട്ടണിയുടെയും കാര്യം പറയാനാണെങ്കിൽ നല്ല വേരിയേഷൻ ഈ 2 വർഷങ്ങൾ കൊണ്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിത് തീരെ പഠിക്കേണ്ട എന്ന് പറയുന്ന ചാപ്റ്റേഴ്സ് ഇല്ല. ഇമ്പോർട്ടൻസ് നോക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാം, ഒരു ചാപ്റ്റേഴ്സും ഒഴിവാക്കേണ്ട എന്നാണ് മിസ്സിന് പറയാനുള്ളത്. അപ്പോൾ ഒഴിവാക്കാനൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ലിവിങ് വേൾഡ് ഒക്കെയാണുള്ളത്, അതൊന്നും പിന്നെ നമുക്ക് ഒഴിവാക്കാൻ മാത്രമൊന്നും ഇല്ല, വെറുതെ പറഞ്ഞ് തന്നെ നമ്മൾ പഠിക്കുന്ന ചാപ്റ്റേഴ്സാണ്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റേഴ്സ് എല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് മിസ് കരുതുന്നു. അറിയുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കേണ്ട സമയം ആയിട്ടുണ്ട്. ഇതുവരെയുള്ള നമ്മുടെ ചാനലിൽ പോയിട്ടുള്ള 1 ഷോട്ടുകൾ കാണാം. നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ഉജ്ജ്വൽ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. ഉജ്ജ്വൽ ബാച്ചിനേക്കാൾ ഏറ്റവും പ്രിഫറബിൾ നിങ്ങൾ നമ്മുടെ ഉയരെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഉജ്ജ്വൽ ബാച്ച് ഫ്രീ ആയി കിട്ടും. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ക്ലാസ്സുകളും ഷോർട്ട് നോട്ട് ലൈവ് സെഷൻസും അതുപോലെ തന്നെ PYQ ഒക്കെ കിട്ടും. ഓക്കെ, ഇനി കമ്പ്യൂട്ടർ സയൻസിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെ വെയിറ്റേജിൽ വ്യത്യാസം ഒന്നും പറയാനില്ല, എല്ലാം റേഞ്ചിലാണ് പിടിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സാണ്, 2nd and 3rd. നമ്മളുടെ ഡാറ്റ പ്രസൻറ്റേഷൻ ആൻഡ് ബൂലിയൻ ഓൾജിബ്ര, ദെൻ കോമ്പണൻസ് ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ. പിന്നെ ഇൻട്രൊഡക്ഷൻ ടു C++ പ്രോഗ്രാമിങ്ങിൽ 11 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, പക്ഷേ 3 മാർക്കാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ളത്. ദെൻ ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റർ ഈ ഒരു റേഞ്ച് 9, 8, 7 ആ റേഞ്ചിലുണ്ട്. ദെൻ നമ്മുടെ കൺട്രോൾ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് അതേപോലെ നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സാണ്. അതാ ഇവിടെ നമുക്കൊരു 7-8 കാണാം. ഈ ചാപ്റ്റേഴ്സൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റേജ് ഉണ്ട്. പിന്നെ നമ്മുടെ പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിങ്ങും ഇതിൽ വെയിറ്റേജ് കുറഞ്ഞിട്ടുള്ളതെന്ന് പറയാൻ മാത്രം ഫസ്റ്റത്തെ ചാപ്റ്ററിന് അത്യാവശ്യം കുറവാണ്. ഡിസിപ്ലിൻ ആൻഡ് കമ്പ്യൂട്ടിങ്ങിൽ 3-4 ആണ് കമ്പാരിറ്റീവ്ലി. പിന്നെ കൺട്രോൾ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ കൺട്രോൾ ആൻഡ് എറേസിൽ നിങ്ങൾക്ക് 4, പക്ഷേ 2024 6 മാർക്കിന് വന്നിട്ടുണ്ട്. ആൻഡ് സ്ട്രിങ് ഹാൻഡ്ലിംഗ് ആൻഡ് ഐബാറോ ഫങ്ഷനിങ്ങിൽ നിങ്ങൾക്ക് 2023 ഒന്നും ചോദിച്ചിട്ടില്ല, പക്ഷേ 2024 3 മാർക്സിന് ചോദിച്ചിട്ടുണ്ട്.
ദെൻ ലാസ്റ്റ് ചാപ്റ്റർ ഇൻ്റർനെറ്റ് ആൻഡ് മൊബൈൽ കമ്പ്യൂട്ടിംഗ് 3 മാർക്കിന് 23, 5 മാർക്കിന് 25 വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കുക, പഠിക്കുന്ന സമയത്ത് ഇത് മനസ്സിൽ വെക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഷോർട്ട് നോട്ട്സിൻ്റെ നമ്മൾ ലാസ്റ്റ് കൂടെ നമ്മളുടെ ക്രാഷ് ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ക്രാഷ് ബാച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുന്നത് നിങ്ങൾക്ക് അറിയാം, ദിവസങ്ങൾ കൂടിയുള്ളൂ. നിങ്ങൾ ഒരേ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ +2 സെറ്റാകും, നിങ്ങളുടെ +1 സെറ്റാകും. അപ്പോൾ താല്പര്യമുള്ള മക്കൾക്കാണെങ്കിൽ എന്ത് ചെയ്യാം, താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അതേപോലെ തന്നെ കൊമേഴ്സിനും എല്ലാം നമ്മുടെ +2 ബാച്ചുണ്ട്. നീറ്റ് അല്ലെങ്കിൽ JEE പോലത്തെ ക്രാഷ് നമ്മളുടെ എന്താ പറയുക എൻട്രൻസ് എക്സാമിനേഷൻസ് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനാണെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ബാച്ചുകളുണ്ട്. അപ്പോൾ താല്പര്യമുള്ള മക്കളാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, മെസ്സേജ് ചെയ്യുക. ഇനി ഈ വെയിറ്റേജ് പ്രയോറിറ്റീസ് മനസ്സിൽ വെച്ചതുകൊണ്ട് പഠിക്കുക, സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് നോട്ട് ചെയ്ത് വെക്കുക ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. ക്ലാസ്സുകൾ ഇനിയിപ്പോൾ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാത്ത മക്കളാണെങ്കിൽ യൂട്യൂബിലെങ്കിലും നോക്കിയിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.